നമസ്കാരം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെത്തിയ, ഈ ദിവസത്തിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് 1 PM ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. പ്രതിപക്ഷവും കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളും സർക്കാർ നടപടിക്കെതിരെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളിൽ നിന്നുള്ള പണപ്പിരിവാണ് മദ്യനയ ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമാണ്. വേഗത്തിലുള്ള ഫയൽ നീക്കം അതാണ് വ്യക്തമാക്കുന്നത്. ഇന്നു മുതലാണ് ബാറുകളുടെ സമയമാറ്റം നിലവിൽ വരിക. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കി ചട്ടം ഭേദഗതി ചെയ്തതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ഗവൺമെൻറ്റിൻ്റെ മദ്യനയം വ്യക്തതയില്ലാത്തതാണ്. അതിൽ അവർ ഓരോ സമയത്തും പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ആർക്കു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തേതും തെറ്റായ സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ടാണ് ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടിയതെന്ന് ന്യായീകരണം. ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നയം നേരത്തെ തീരുമാനിച്ച നയത്തിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നേരത്തെ ഇത് അനുവദിക്കുന്നുണ്ട്. ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എന്റെ അടിസ്ഥാനത്തിലല്ല. ക്രൈസ്തവ സഭാ നേതാക്കൾ മദ്യനയ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രംഗത്തെത്തി. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവലിക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കാരണം കേരളത്തിന്റെ സംസ്കാരത്തെയും ഒരു തലമുറയെയും വിറ്റിട്ട് ഖജനാവ് വീർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ്, ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ആവശ്യം ഉന്നയിക്കുന്നു, ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്വർണ്ണക്കൊള്ളയുമായും തന്ത്രിയുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രിയും പുറത്തേക്ക്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. സ്വാഭാവിക ജാമ്യം അല്ലാതെ പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളി കോടതി ഈ കേസിൽ അനുവദിക്കുന്ന 2ാമത്തെ ജാമ്യം. നേരത്തെ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, D സുധീഷ് കുമാർ, N വാസു എന്നിവരും പുറത്തിറങ്ങിയിരുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി എ പത്മകുമാറും കോടതിയെ സമീപിച്ചു. ഫെബ്രുവരി 19-ന് വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. KP ശങ്കരദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാണിച്ചുള്ള ജാമ്യ ഹർജിയും ഈ ആഴ്ച കോടതിക്ക് മുൻപാകെ എത്തും. അതേസമയം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും. 24 കൊല്ലം, കൊച്ചി. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദവും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കണക്കിലെടുത്താണ് സർക്കാരിന്റെ യു-ടേൺ. ഇതോടെ 20,000-ഓളം അധ്യാപകർക്ക് നിയമന സ്ഥിരത ലഭിക്കാനാണ് വഴി തെളിയുന്നത്. ഭിന്നശേഷിക്കാരെ നിയമിക്കാനുള്ള അധ്യാപക തസ്തികകൾ ഒഴിച്ചിട്ടാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപകർക്ക് നിയമന സ്ഥിരത നൽകാമെന്നായിരുന്നു NSSന് ലഭിച്ച സുപ്രീം കോടതി വിധി. ഇത് എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കും. വിധി വരുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് കേട്ടക്റ്റ് ഇല്ലെങ്കിലും സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചുകൊണ്ട് അവർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി പരീക്ഷ പാസ്സാവണമെന്ന നിലയിൽ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ്.
1.5 വർഷത്തിലധികമായി ഇതേ ആവശ്യവുമായി ക്രിസ്ത്യൻ മാനേജ്മെന്റുകളടക്കം പ്രതിഷേധത്തിലായിരുന്നു. NSS കേസിൽ വ്യക്തത തേടി സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി അനുസരിച്ചാവും നിയമന സ്ഥിരതയെന്ന നിബന്ധന കൂടി ഉത്തരവിലുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റെ തീരുമാനം വൈകിയെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഉത്തരവ് നേരത്തെ തന്നെ ആകാമായിരുന്നു. ഒരേ വിധിക്ക് വേണ്ടി ഒരുപാട് പേർ കോടതി കയറുന്നതല്ലല്ലോ ജനാധിപത്യമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. അതിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടും ആദരണീയനായ മുഖ്യമന്ത്രിയോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. കുറേ വർഷങ്ങളായിട്ട് 22,000-ഓളം അധ്യാപകരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു അത് കുറച്ച് മാനേജ്മെൻറ്റുകളുടെ പ്രശ്നം എന്നുള്ള രീതിയിലല്ല, മറിച്ച് ജോലിക്ക് കൂലി കിട്ടാത്ത കുറേ മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ 11 അധ്യാപകരുള്ള സ്കൂളിൽ വെറും 3 പേര് മാത്രം ശമ്പളം മേടിക്കുകയും ബാക്കി 8 പേര് ദിവസക്കൂലി ദിവസവേതനത്തിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന വല്ലാത്ത ഒരു സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർ ബിന്ദു സുന്ദറെ സ്ഥലം മാറ്റി. കുഞ്ഞിന്റെ മരണത്തിൽ ഇന്ന് തന്നെ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകരും പ്രതിഷേധിച്ചു. ജിബിൻ JB ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിബിൻ, ഈ നടപടി അത് സസ്പെൻഷനാണ്, സസ്പെൻഷനിൽ ഒതുക്കിയാൽ പറ്റില്ല എന്നുള്ള ആ ഒരു പരാതിയും പ്രതിഷേധവും തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. കുടുംബത്തിന്റെ മാത്രമല്ല BJPയും കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതിരോധിക്കുകയുണ്ടായി. ഇപ്പോൾ ആ പ്രതിഷേധം ഒന്ന് അടങ്ങിയോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരായി പ്രാഥമിക നടപടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഡോക്ടറിന് സ്ഥലം മാറ്റി ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ഡോക്ടറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇപ്പോൾ ഈ കുട്ടിയുടെ കുടുംബം, മരണപ്പെട്ട കുട്ടിയുടെ കുടുംബവും അല്ലെങ്കിൽ ഇവിടെ സമരമായി എത്തിയ പ്രതിഷേധവുമായി എത്തിയ പാർട്ടി പ്രതിനിധികളും ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെയും മരിച്ച കുട്ടിയുടെ കുടുംബത്തിന്റെയും ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ രാവിലെ കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണത്തിൽ അവർ പറയുന്നു അതാണ്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഡോക്ടറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അറസ്റ്റ് ചെയ്യുക ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ മണിക്കൂറുകളായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തക പ്രതിനിധികളും അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള കുറച്ച് അംഗങ്ങളും ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ ഡോക്ടർ സുമിയുടെ ഓഫീസിലേക്ക് കയറിക്കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിട്ടില്ല. അതിനിടെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും SIT ആശുപത്രിയിൽ നിന്നുമുള്ള ഡോക്ടർമാരുടെ സംഘം കൂടി ഇങ്ങോട്ടേക്ക് റിപ്പോർട്ട് തേടുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായത്, കുട്ടിയുടെ മരണം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് കൃത്യമായൊരു റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് വിദഗ്ധ ഡോക്ടർമാരുടെ 3-അംഗ സംഘം കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ സംഘവും ആശുപത്രി സൂപ്രണ്ടും കഴിഞ്ഞ ദിവസം ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ, ആരോഗ്യവകുപ്പിന്റെ നഴ്സുമാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിനെ അന്വേഷണ സംഘം കൈമാറുക. ഇതിനുശേഷമായിരിക്കും ഈ ഡോക്ടർക്കെതിരായ യഥാർത്ഥ നടപടി ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ഡോക്ടറെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക നടപടി മാത്രമാണ്. കാരണം ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഡോക്ടറുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തിയ ശേഷമായിരിക്കും ഡോക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോവുക. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഡോക്ടറെ ഈ സർവീസിൽ നിന്ന് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇവിടെ നിന്ന് സ്ഥലം മാറ്റി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ, ഇവിടെ പ്രതിഷേധമായി എത്തിയ കുടുംബം അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് പോലെ ഡോക്ടർക്കെതിരെ ഒരു വലിയ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ഡോക്ടർക്കെതിരെ ഈ കൃത്യലോഹനത്തിന് ഒരു തെളിവുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായി പഠിക്കുന്നതിന് ഈ ആരോഗ്യവകുപ്പിന്റെ 3 ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഗൈനക്കോളജി, അനസ്തേഷ്യ, നിയോനേറ്റൽ, ഈ 3 വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും SIT ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു
റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറുന്ന മുറയ്ക്കായിരിക്കും ഡോക്ടറിനെതിരെയുള്ള കൂടുതൽ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. സ്മിത, ഡോക്ടറെ സ്ഥലം മാറ്റിയ നടപടി അതുമാത്രം പോരാ, ഡോക്ടറെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുഞ്ഞിന്റെ കുടുംബവും ഈ പ്രതിഷേധക്കാരും എല്ലാവരും തന്നെ. ആ പ്രതിഷേധം അവിടെ അങ്ങനെ തുടരുകയുമാണ്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംബന്ധിച്ച് രാഷ്ട്രീയ ധാരണ രൂപപ്പെട്ടാൽ അടുത്ത മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും. റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസം വേണം. അതിനാൽ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടക്കാൻ സാധ്യതയില്ല. സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് ശമ്പള കമ്മീഷൻ നിയമിക്കുമെന്നത് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനമായിരുന്നു. കമ്മീഷൻ രൂപീകരിച്ച് മന്ത്രിസഭ അംഗീകരിച്ചാൽ മാത്രമേ ശമ്പള കമ്മീഷന് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ. ഇതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അടുത്ത മന്ത്രിസഭായോഗം 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഘടന എന്തായിരിക്കണം, ആരാണ് ചെയർമാൻ, ആരാണ് അംഗങ്ങൾ എന്നിവ സംബന്ധിച്ച് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുമായും CPM നേതൃത്വവുമായും ചർച്ച ചെയ്ത ശേഷം പ്രത്യേക അജണ്ടയായി വിഷയം മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരാനാണ് ധനവകുപ്പിന്റെ നീക്കം. അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കമ്മീഷനെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചാലും ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടക്കാനുള്ള സാധ്യത മങ്ങി. 3 മാസം കൊണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനാണ് തീരുമാനം. കമ്മീഷൻ നിയമിച്ചുകൊണ്ട് അടുത്തയാഴ്ച തീരുമാനം വന്നാൽ തന്നെ റിപ്പോർട്ട് തയ്യാറാകുമ്പോഴേക്കും മെയ് മാസമാകും. അപ്പോഴേക്കും ഈ സർക്കാരിന്റെ കാലാവധി കഴിയും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്റേത് പാർട്ടി കുടുംബം എന്നാണ് VA അരുൺകുമാർ നൽകിയ മറുപടി. മലമ്പുഴയിൽ VSന്റെ മകൻ സ്ഥാനാർത്ഥിയായി വന്നാൽ കോൺഗ്രസ് ക്യാമ്പിലെത്തിയ VSന്റെ മുൻ PA A സുരേഷ് മത്സര രംഗത്തുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൗപചാരിക ചർച്ചകളിൽ പലതവണ ഉയർന്നുകേട്ട പേരാണ് VA അരുൺകുമാറിൻ്റേത്. കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം VSന്റെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് VA അരുൺകുമാറിന്റെ പേര് ഉയർന്നത്. എന്നാൽ VSന്റെ തട്ടകമായിരുന്ന മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മുൻ PA A സുരേഷ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തു വന്നതോടെ അവിടെയും VA അരുൺകുമാറിന്റെ പേര് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത അരുൺകുമാർ തള്ളുന്നില്ല. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛൻ്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. മലമ്പുഴയിൽ VA അരുൺകുമാർ ഇടത് സ്ഥാനാർത്ഥിയായി വന്നാൽ UDFന്റെ തന്ത്രം എന്തായിരിക്കുമെന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. VSന്റെ മുൻ PA A സുരേഷിനെ മത്സരിപ്പിക്കാൻ ഉറച്ചു നീങ്ങുന്ന UDF VSന്റെ മകൻ അരുൺകുമാർ സ്ഥാനാർത്ഥിയായി വന്നാൽ തന്ത്രം മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. VSന്റെ മകൻ മത്സരിക്കാനെത്തിയാൽ പിന്മാറുമെന്ന് A സുരേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സുരേഷ് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നതും ചർച്ചയാണ്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്തയാഴ്ച ഉണ്ടായേക്കും. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ വട്ടിയൂർക്കാവിൽ K മുരളീധരനും പട്ടികയിൽ ഇടം പിടിക്കും. BJPയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം തന്നെ സജീവമായി നടക്കുകയാണ്. AICC നേതൃത്വവുമായുള്ള ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലെത്തി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നിർണായക ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകും. ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. മത്സരിക്കണോ തീരുമാനിക്കേണ്ടതൊക്കെ പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. അത് തീരുമാനം ഹൈക്കമാൻഡ്. അടുത്തയാഴ്ച കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും. സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരത്തിനിറങ്ങും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കുന്നുവെന്നാണ് സൂചന. അതേസമയം BJPയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടേറുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. CPIM-ൽ നിന്നെത്തിയ ആനി അശോകൻ, ആറ്റിങ്ങൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ബൈജു B എന്നിവരും പരിഗണനയിലുണ്ട്. ആറ്റിങ്ങലിൽ P സുധീർ വേണ്ട എന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നിലപാടെടുത്തു. 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. 24 ഇംപാക്ട്. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിലെ ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങിയ സംഭവത്തിൽ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ശരിയാണ്, അവിടെ ആശുപത്രിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ പരിശോധിക്കാൻ വേണ്ടി ലേബർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
കാരണം ഒരുപാട് തൊഴിലാളികൾ വന്നിട്ട് പോകുന്ന ആശുപത്രിയാണ് പേരൂർക്കട അടക്കമുള്ള ആശുപത്രി എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് തരേണ്ടത്, അവർ തരുന്നില്ല. എന്തായാലും അതൊന്നും ഒരു കാരണമല്ല ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിന്. ജീവനക്കാർ തമ്മിലുള്ള തർക്കം എന്തായാലും സെക്രട്ടറി റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തർക്കത്തെ തുടർന്ന് 5 ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഈ വിഷയം പരിശോധിച്ച് നടപടി ഉണ്ടാകും. സാധാരണ ജീവനക്കാരല്ല, ഇവർ ഡോക്ടേഴ്സാണ്. സാധാരണക്കാരായ അധികം സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്ത ആളുകൾ വരുന്ന ആശുപത്രി കൂടിയാണിത്. അപ്പോൾ അനസ്തറ്റിസ്റ്റും അല്ലെങ്കിൽ സർജറി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയ തന്നെ മുടങ്ങുന്നു. ഗുരുതരമായ പ്രശ്നമാണത്, അല്ലേ? തീർച്ചയായും ഇന്നലെ പേരൂർക്കട ESI ആശുപത്രിയിൽ അനസ്തേഷ്യന്മാരായിട്ടുള്ള 2 ഡോക്ടർമാരും അതുപോലെ തന്നെ സർജൻ ഡോക്ടറും തമ്മിലാണ് തർക്കം ഉണ്ടായത്. ഒരു അനസ്തേഷ്യ അസിസ്റ്റന്റിനെ അവിടെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് സർജറിക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഈ തർക്കത്തിലേക്ക് കലാശിച്ചത്. തുടർന്ന് 5ഓളം സർജറി മുടങ്ങുന്ന ഒരു സാഹചര്യം. സർജറി ടേബിളിൽ രോഗിയെ കിടത്തി മാർക്ക് ചെയ്തതിന് ശേഷമാണ് അതിന് ചുറ്റും നിന്ന് ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മന്ത്രി വി ശിവൻകുട്ടി അതിൽ ഇടപെട്ടിരിക്കുന്നു. ലേബർ സെക്രട്ടറിയോട് ഇത് അന്വേഷിച്ച ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഉടൻ ഇതിലൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ആശുപത്രി സൂപ്രണ്ടിന്റെ ചുമതലയുള്ള RMO ESI ഡയറക്ടർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഡോക്ടർമാർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ്. കാരണം ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ പ്രശ്നം കുറച്ച് നാളായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലും ലഭിച്ച വിവരം. നാളെയും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസവും അത്തരം നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാകും, അത് രോഗികളെ വലയ്ക്കുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ സ്ഥിര താമസക്കാർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ബില്ലിന് അംഗീകാരം ലഭിച്ചത്. കരട് ബില്ല് അടുത്ത ചൊവ്വാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. പൗരത്വ ആശങ്ക അകറ്റുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ നേറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യുന്നത്. കാർഡിന് നിയമപരമായ പിൻബലം നൽകുന്നതിനു വേണ്ടിയാണ് നിയമനിർമ്മാണം. കേരളത്തിൽ സ്ഥിരതാമസക്കാരായവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടാകും. മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ച് വളർന്നയാളും ഇപ്പോൾ സ്ഥിരതാമസക്കാരനുമാണെങ്കിൽ അവരുടെ മക്കൾക്ക് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിലും കാർഡിന് അർഹതയുണ്ടാകുമെന്ന് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. നവകേരള സർവേയുടെ ലക്ഷ്യം തുടർഭരണം ഉറപ്പിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തുറന്നു പറച്ചിൽ. കഴിഞ്ഞ ഒക്ടോബറിൽ സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാലയിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇക്കാര്യം പറയുന്നത്. സർക്കാരിന്റെയും CPIM-ന്റെയും കള്ളങ്ങൾ മറനീക്കി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. CM നവകേരള സർവേ അല്ലെങ്കിൽ ഹോൾഡ് മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ. നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം തുടർഭരണമാണെന്ന മുഖ്യമന്ത്രി ഉറപ്പിക്കുന്ന ശബ്ദരേഖയാണിത്. 2025 ഒക്ടോബർ 22-ന് തിരുവനന്തപുരത്ത് നടന്ന നിർവഹണ ഉദ്യോഗസ്ഥരുടെ ശില്പശാലയിലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. സർവേയുമായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുഖ്യമന്ത്രി വിവരിക്കുന്നുണ്ട്. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. ശബ്ദരേഖ പുറത്തു വന്നതോടെ വിമർശനവുമായി കോൺഗ്രസ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ തന്നെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്. തുടർ ഭരണമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. നിയമോപദേശം തേടിയതിനു ശേഷം സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. പേരിന്റെയും ലോഗോയുടെയും പേരിലുള്ള വിവാദങ്ങൾക്കൊടുവിൽ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ബ്രാൻഡി ഈ ശനിയാഴ്ച വിപണിയിലെത്തും. കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്കെത്തുന്ന മദ്യത്തിന്റെ പേര് പരസ്യപ്പെടുത്തിയിട്ടില്ല. പാലക്കാട് മലബാർ ഡിസ്റ്റിലറിയിലാണ് പുതിയ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുക. 2 ദിവസത്തിനപ്പുറം സർക്കാർ നിർമ്മിത ബ്രാൻഡി വിപണിയിലെത്തും. പക്ഷെ ബ്രാൻഡിയുടെ പേരും വില വിവരങ്ങളും ഇപ്പോഴും സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് ബെവ്കോ. ബ്രാൻഡിയുടെ പേരിടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിന് കാരണം. മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജിയെത്തിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. പിന്നാലെ പുതിയ മദ്യത്തിന് പേര് നൽകുന്നതുമായി സംഘടിപ്പിച്ച മത്സരം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു.
മദ്യത്തിന് പേരിടാൻ എൻട്രികൾ ക്ഷണിച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിച്ചായിരുന്നു ഇടപെടൽ. മദ്യത്തിന് പേരിടൽ മത്സരത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവോ വിവരമോ ഇല്ലെന്നാണ് ബെവ്കോ കോടതിയെ അറിയിച്ചത്. എല്ലാ നടപടികളും സ്റ്റേ ചെയ്ത കോടതി കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി മാർച്ച് 12 മാറ്റിയിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇതോടെ 1 PM ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.